ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇംപെക്സ് ബ്രാൻഡിൽ വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ആക്ച്വലി ഞാനിത് പകുതി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു കണ്ടൻറ്റായിട്ട് എടുക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇതിൻ്റെ പാനൽ ബോർഡിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ നമ്മളിതൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. ഇതുപോലുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ചെയ്തിട്ടില്ല. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വീഡിയോസുകൾ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വന്നപ്പോൾ ഞാനൊരു കണ്ടൻറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് 4-5 മാസത്തോളം യൂസ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഒരു ഷോപ്പിൽ കൊടുത്തപ്പോൾ ബോർഡ് ചേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ യൂഷ്വലായിട്ട് ഇതുപോലുള്ള പാനൽ ബോർഡുകൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മിക്ക ടെക്നീഷ്യന്മാർ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇത് മൊത്തം വാട്ടർ ഡാമേജ് ആയിരുന്നു കേട്ടോ. മൊത്തം ഈർപ്പം കയറിയിട്ട് ഇതെല്ലാം കമ്പോണൻറ്റ് കംപ്ലീറ്റ് താഴെ വീണ് കിടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ഡിസ്ക് കപ്പാസിറ്ററുകൾ, അതുപോലെ തന്നെ 1K റെസിസ്റ്ററുകൾ, അതുപോലെ ഫങ്ഷൻ കീസ്, സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഇതിൽ താഴെ വീണ് കിടക്കായിരുന്നു. ഇതൊക്കെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ ലാമ്പ് വെച്ച് ചെക്ക് ചെയ്തു. IGBT കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു 5 വോൾട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഫങ്ഷൻ കീ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്പറുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുക. ഫങ്ഷൻ കീ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാനോ നമുക്ക് പവർ ബട്ടൺ ഓൺ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതൊരു കണ്ടൻറ്റായിട്ട് എടുക്കാൻ കാരണം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കുറേ ഡിസ്ക് കപ്പാസിറ്ററുകളൊക്കെ ഇത് താഴെ വീണ് കിടക്കായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഇതാ 2, 3, അതുപോലെ തന്നെ 1K റെസിസ്റ്ററുകൾ 2 റെസിസ്റ്ററുകൾ താഴെ വീണ് കിടക്കായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ PCB വെച്ചിട്ട് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അതൊക്കെ മൊത്തം അഴുക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ 1, 2, 3 1K റെസിസ്റ്ററുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് മിക്ക ടെക്നീഷ്യന്മാരും ഇത് ശരിയാക്കാൻ മെനക്കെടാറില്ല എന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം നല്ല മെനക്കെടുള്ള വർക്കാണ്. അപ്പോൾ നമ്മളിത് ഏത് രീതിയിൽ നമുക്ക് ശരിയാക്കി എടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ മിക്ക ടെക്നീഷ്യന്മാരും ഇത് കസ്റ്റമറെ കൊണ്ട് ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സൽ ബോർഡ് മാറ്റിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇതൊരു ഇംപെക്സ് ബ്രാൻഡിൽ വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. വാട്ടർ ഡാമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഈർപ്പം വന്നിട്ടായിരുന്നത് കൂടുതൽ. ഞാൻ മുമ്പത്തൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വെക്കുന്ന സമയത്ത് മഴക്കാലമാണ് പ്രത്യേകിച്ചും നമ്മൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും വെക്കരുത്. ഈർപ്പം കയറി വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കംപ്ലൈൻറ്റ് വരിക പ്രത്യേകിച്ച് ടച്ചിൽ വരുന്ന ഇൻഡക്ഷൻ കുക്കറുകളാവും. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തുരുമ്പ് കയറിയിട്ടുണ്ട്, ഈ ഫങ്ഷൻ കീസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് തുരുമ്പ് കയറി ഈ ഒരു കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടത് കാരണം ഇത് നമുക്ക് ഡൗൺ അപ്പ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്തത് വേറൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു പോർഷനിൽ വരുന്ന ഡിസ്ക് കപ്പാസിറ്ററുകൾ ഈ ഒരു രീതിയാണ്. ഇതും ഈ ഒരു രീതിയിലാണ് താഴെ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസ്ക് കപ്പാസിറ്ററുകളാണ്. 104 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1, 2, 3, 4, 5, 6 ഈ 6 1K റെസിസ്റ്ററും നമ്മൾ നല്ല രീതിയിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. ഇതൊന്നും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വാല്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാത്തൊരു രീതി വരും. അതല്ല എങ്കിൽ ഈ ഒരു ഫങ്ഷൻ ബോർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബോർഡ് കൂടി ആയിട്ടാവും വരിക. അപ്പോൾ നല്ല റേറ്റ് വരാനും ചാൻസ് ഉണ്ട്. സെപ്പറേറ്റ് നമുക്ക് ഈ ഒരു ബോർഡ് വാങ്ങിക്കാൻ കിട്ടില്ല. വന്ന കണ്ടീഷനിൽ നമ്മളിത് ഓൺ ചെയ്ത സമയത്ത് ടോട്ടലി ഞാൻ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് നല്ല ഉണ്ടാവും, പുറത്തു കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ബോർഡ് PCB ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ. ഇത് മുമ്പ് നമുക്ക് ഒന്നും കാണാത്ത രീതിയിലായിരുന്നു, മൊത്തം അഴുക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിനകത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. നമ്മൾ ഓൾറെഡി റസ്റ്റ് ആയിട്ടുള്ള 104ൻ്റെ 2 ഡിസ്ക് കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ ബട്ടൺ, ഫങ്ഷൻ കീ, ഡൗൺ ബട്ടൺ അത് ഈ ഒരു രീതിയിലായിരുന്നു. ഇത് നമുക്ക് കോണ്ടാക്റ്റ് ഇല്ലാത്തത് കാരണം നല്ല രീതിയിൽ റസ്റ്റ് വന്നിട്ടുണ്ട്. 3
പിന്നെ സ്പ്രിങ്ങും അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് 2 1Kയുടെ റെസിസ്റ്റർ കോൺടാക്റ്റ് ഇട്ടില്ല, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ പവർ ബട്ടണിലേക്ക് ഞാൻ ഈ ഒരു രീതിയിൽ ജമ്മർ കൊടുത്തിക്കുകയാണ്, ഇങ്ങനെ ബൈപ്പാസ് ചെയ്തിട്ട് കൊടുത്തിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് ഈ ഒരു ബോർഡിനകത്ത് സ്ക്രൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫങ്ഷൻ കീ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ അത് സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പ്രസ്സായിട്ടിരിക്കും, വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു സ്പ്രിങ് ഓൾറെഡി ഇതൊന്ന് പിന്നെ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഞാൻ മുമ്പത്തേക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും ഈർപ്പുള്ള സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും ഇൻഡക്ഷൻ കുക്കർ വെക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പിന്നെ ഇൻഡക്ഷൻ കുക്കർ നമുക്ക് തറയിൽ നമ്മൾ ടൈലിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കുന്ന സമയത്ത് ഈർപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പോവുക ഈ ഒരു പാനൽ ബോർഡായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ 2 1Kയുടെ റെസിസ്റ്റർ ചേഞ്ച് ചെയ്യാണ്ട്, ഇത് വാല്യൂ കാണിക്കുന്നില്ല. എന്നിട്ട് നമുക്കതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം.